വരുന്നില്ലേ ആര്? ബ്യൂട്ടീഷ്യൻ ഇല്ലാതെ ഞാൻ വരണ പ്രശ്നമില്ല. ബ്യൂട്ടീഷ്യനെ അല്ല കല്യാണം വിളിച്ചേക്കണത് നമ്മളെയാണ്. ഈ കോലത്തിൽ കല്യാണത്തിന് പോവാൻ പറ്റുമോ? ഈ കോലത്തിലല്ലോ നീ നമ്മുടെ കല്യാണത്തിന് വന്നത്. ഇത് നമ്മുടെ കല്യാണമല്ലേ, ഇത് അങ്ങനെയല്ലല്ലോ. പിന്നെ എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മേക്കപ്പിന്റെ കാര്യമാണോ? അത് ഞാനിട്ടല്ലോ. എന്തറിയാം? മേക്കപ്പിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? മിനിമം എന്തെങ്കിലും ഒരു സാധനമെങ്കിലും അറിയാവോ? ഇതിനൊരു പ്രൈമർ ഇടണം ആദ്യം. ആ പ്രൈമറിന്റെ മുകളിൽ കൺസീലർ ഇട്ട് ഈ കുഴി കംപ്ലീറ്റ് അടയ്ക്കണം. അതിന്റെ മുകളിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ ഇടണം. പിന്നെ അത് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാറ്റ് ഫൗണ്ടേഷൻ ഇടണം. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ മുകളിൽ പൗഡർ ഇടണം. പിന്നെ ഈ രണ്ട് സൈഡും കോണ്ടർ ചെയ്ത് കറക്റ്റ് ചെയ്യണം. പിന്നെ കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കാൻ ഷാഡോ ഇടണം. ഷാഡോയുടെ മണ്ടയ്ക്ക് ഐലൈനർ എഴുതണം. ഐലൈഷ് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ ലിപ്പിൽ കറക്റ്റ് ആയിട്ട് ലൈനർ വരച്ച് അതിനകത്ത് ലിപ്സ്റ്റിക് എല്ലാം തൂത്ത് റെഡിയാക്കണം. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നീ ഏതെങ്കിലും പൊതുമരാമത്ത് വകുപ്പിനെ ഇപ്പൊ തൽക്കാലം നീങ്ങുക. പണ്ടൊക്കെ ഒരു കല്യാണത്തിനാണെന്ന് പറഞ്ഞാൽ 2 കവറായിട്ട് പോയാൽ മതിയായിരുന്നു. 2 കവർ എന്തിനാ? ഒരു കവർ പോരെ? ഒരു കവർ അവിടെ കൊടുക്കാനും ഒരു കവർ അവിടെ ബാക്കി വരുന്ന ഫുഡ് കൊണ്ടുവരാനും. ഒരു കല്യാണത്തിന് പോവാന്നേ വിളിച്ചു. പോകുന്നതൊക്കെ കൊള്ളാം. കട്ടറിലൊന്നും വീഴ്ത്താതെ മേഡത്തിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഗട്ടറിൽ വീഴാതെ നമ്മുടെ ഈ രാജ്യത്തോട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇപ്പൊ റോഡിലല്ല ഗട്ടർ, ഗട്ടറിലാണ് റോഡ്. സാർ എന്ത് പറയും? ഒരു തമാശയാണ്. ഇത് ഏതാ മാസം എന്നറിയോ? 3-ാം മാസം. അതെ, 3 മാസം എനിക്ക് ശമ്പളം തന്നിട്ട്. ശമ്പളമൊക്കെ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് തരും. കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഞാനിവിടെ കാണൂല, എനിക്ക് എന്റെ ശമ്പളം തന്നോളാം. അല്ല എന്നെ കുറെ തല്ലിയിട്ടുള്ള ആളാണ്. എന്റെ ഭഗവാനെ, എന്റെ ചേട്ടനെ തല്ലിയ ആള് ഇയാളാരെ അവിടെ പിടിച്ച് കയറ്റിയിരുത്തേ? അതല്ല, എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച മാഷത്. അങ്കണത്തായി മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ അമ്മ തന്നെ എത്രത്തിൽ നിന്നു തീർന്നു ചൂടു കണ്ട്. അത് മര്യാദക്ക് പാടാത്തനി എന്തോരം തല്ലേ എന്തിനാ മാഷെ കറക്റ്റ് ആയിട്ടല്ലേ പാടുന്നത്? മാഷ് എന്താ അവിടെ ഇരിക്കണത്? മാഷിന് അവിടെ ഇരുത്താൻ പാടുണ്ടോ? നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആളല്ല. ഞങ്ങൾ നടത്തുന്ന പരിപാടിയായത്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയിൽ നല്ലൊരു സ്ഥലത്തിരുത്തണ്ടേ? ഈ സ്റ്റേജോണ്ടൊന്നും എഴുന്നേറ്റ് മാറി കൊടുക്കാൻ പറ്റില്ല. മാഷിനെ അവിടെ പിടിച്ചിരുത്താൻ പോലെ. അല്ല, പുള്ളി ഗസ്റ്റ് ഓഡിയൻസിന്റെ ഇടയിൽ നമുക്ക് ഇരുത്താൻ പറ്റില്ല. ഗസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എന്റെ മാഷിനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. മാഷ ആരാന്നറിയാമോ? എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചറിയാമോ? മാതൃക അധ്യാപകനുള്ള അവാർഡ് കിട്ടാച്ചിട്ട് പഠന തലയിൽ ഒരു ഒഴിച്ച ആളാ പുള്ളി. അതൊക്കെ മാഷിനെ എനിക്കൊന്ന് ആദരിക്കണം. മാഷ് ഞങ്ങളുടെ വേദിയിൽ മാഷിനെ മാഷിനൊരു പൊന്നാട അതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മാഷ് ഞങ്ങളുടെ ഈ വേദി തന്നെയാണ്. ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ല. എന്താ ഇത്? വളരെ ഒരു വലിയ മൊമെന്റ് ആണ് നമ്മുടെ ഫ്ലോറിൽ നടക്കുന്നത് കേട്ടോ. അനുഗ്രഹം മേടിച്ചോടി. മാഷിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യും, ഒരു പൊന്നാട എടുത്തിട്ടോ. ചേട്ടാ, പൊന്നാട ഇല്ല, പാവാടേ ഉള്ളൂ. പൊന്നാട ഇല്ലേ? പൊന്നാട ഇല്ലെങ്കിൽ പിന്നെ ഈ പുള്ളി പിടിക്കണ പോയാ പൊന്നാട വന്നിട്ട് ഞാൻ വിളിക്കാം. പൊന്നാട വരും കേട്ടോ മാഷേ, നമുക്ക് അറേഞ്ച് ചെയ്ത് പൊന്നാട വരും. കിട്ടി. എല്ലാവർക്കും സന്തോഷിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ബേബി സാറിനെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ പൊന്നാടിയിട്ട് ആദരിക്കാൻ പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് കൈ അടിച്ചേ. സാർ വരും. പൊന്നാട ഉള്ള കടയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയി മേടിച്ചോട്ടെ. പൊന്നാട കിട്ടിയിട്ടില്ല. ചില സാങ്കേതിക കാരണങ്ങൾ നമ്മൾക്ക് ഇപ്പൊ ആ ഒരു ചടങ്ങ് നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി എപ്പോ കൊണ്ടുവരാൻ പൊന്നാട? പുള്ളി അതിന്റെ മെയിൻ വരും കേട്ടോ. നമ്മുടെ നോക്കുന്ന പുള്ളിക്കാരനാ. അതെ,
മാഷിന് പൊന്നാട വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ബ്രേക്ക് വേണം. അതെ അതെ. അത് തരാമല്ലോ, നമുക്ക് ഇത്രയും പ്രായ ഒരാളല്ലേ നമ്മൾ ആദരിക്കാനുള്ളത്. ചെയ്യാം കേട്ടോ. മാഷിന് പ്രത്യേകത ഉണ്ട്. മാഷ് നല്ല പോലെ സ്റ്റാൻഡപ്പ് പറയും. സ്റ്റാൻഡ് പറയോ? അപ്പൊ തന്നെ സിറ്റ് ഡൗണും പറയും. അല്ല സാർ അപ്പൊ കല്യാണത്തിന് പോകുന്നില്ല? കല്യാണം ക്യാൻസൽ. മാഷ് വന്ന ദിവസമല്ലേ മാഷിന് പൊന്നാട കൊടുക്കാതെ എങ്ങനെ വിടുന്നത്? നമ്മൾ കല്യാണത്തിന് പോകുന്നില്ല. നന്നായി ചേട്ടാ, ഞാനാണെങ്കിൽ മേക്കപ്പും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചേട്ടൻ വാ, നമുക്ക് അവിടെ ഇരിക്കാന്ന്. പൊന്നാട വരട്ടെ. ആദ്യ ചടങ്ങിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ് റെഡി ആയിട്ടുണ്ട്, ആനന്ദകൃഷ്ണൻ. അപ്പൊ ആനന്ദകൃഷ്ണനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് അനന്തു. ഹായ്. എന്താ അത്ര പേടി? അത് പേടിയൊന്നുമില്ല, കുഴപ്പമില്ല. ആദ്യമായിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ കാണുമ്പോ പേടി വരുമല്ലോ. മോനെ ആ കൈ വിട്ടോ. ഓക്കെ. അനന്തു എന്താ ചെയ്യുന്നത്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആണാ? അപ്പം നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാ ഇവിടെ നമ്മുടെ പരിപാടിക്ക് വരുന്നത്. അതെ. ഇപ്പൊ ജോലിയിൽ ഇങ്ങനെ ലീവൊക്കെ ചോദിച്ചാൽ തന്നോളൂ ഇവര്? നമ്മൾ പറഞ്ഞു ഒപ്പിക്കും, വരും. പനിയാണോ അങ്ങനെ എന്താ പറയുന്നത്? സിക്ക് ലീവ് അസുഖം? സിക്ക് ലീവ്. അപ്പൊ ഈ എപ്പിസോഡ് അവര് കാണത്തില്ലയോ? അത് ഞാൻ ഞായറാഴ്ച ഷൂട്ട് ചെയ്തെന്ന് പറയും. ആണോ? ഇപ്പൊ അനന്തന് വേറെ കാര്യമുണ്ട്. അവരറിയത്തേ ഇല്ല. അപ്പൊ ഇത് അവര് കേൾക്കുമല്ലോ ഇവിടെ പറഞ്ഞത്. പക്ഷെ അവർക്ക് അറിയില്ലോ എന്നാ ഷൂട്ട് ചെയ്തെന്ന്. ഞായറാഴ്ച ആണല്ലോ ഞാൻ പറയുന്നത്. നമ്മള് ഞായറാഴ്ച ആണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതെ, അത്ര ഷാജോൻ ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ ഒരു ഡൗട്ടും ഇല്ല. അത്രേ ഉള്ളൂ. മാഷേ ഈ അനന്തുവിനെ ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് അനുഗ്രഹിച്ചേ. അനന്തോ നന്നായിട്ട് ചെയ്യൂട്ടോ. ശരി മാഷേ. ധൈര്യം തുടങ്ങിയാലോ? ശരി, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞില്ലേലും അതെനിക്ക് മനസ്സിലാവും. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ അടുത്ത് എന്റെ ജീവിതത്തിലേക്ക് വന്ന 2 കാര്യങ്ങളാണ്. പെണ്ണല്ല, ഡയറ്റും വർക്കൗട്ടും. ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആകെപ്പാടെ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാം? ഒരു ബിരിയാണി ഓർഡർ ചെയ്യാം, എന്നിട്ട് നാളെ തൊട്ട് ഡയറ്റോ വർക്കൗട്ടോ എന്ത് പണ്ടാരമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. ഈ ഡയറ്റ് ചെയ്യാനുള്ള മടി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് എനിക്കൊരു ഡിസിപ്ലിന്റെ കുറവുണ്ടാവും എന്നാണ്. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഡോക്ടർമാരാണ് കാര്യം. ഡോക്ടർമാര് പറയുന്നത് തമ്മിലൊരു ധാരണയില്ല. ഈ അടുത്ത് എന്റെ അടുത്ത് ഒരു ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, എടമോനെ നീ ഒരു ദിവസം എത്ര കാപ്പി കുടിക്കും? ഞാൻ പറഞ്ഞു ഒരു 3 കാപ്പി കുടിക്കും. ഡോക്ടർ എടുത്ത് പറയും 3 കാപ്പിയോ? ഞാൻ വിചാരിച്ചു 3 കാപ്പി കുടിച്ചാൽ ചത്തുപോകും. ഈ ഡോക്ടർ പറയാണ് 3 കാപ്പി കുടിച്ചാല് നിനക്ക് ഉറക്കമില്ല, നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, നിന്റെ ശരീരം മുഴുവൻ കേടാണ്. വേറെ ഡോക്ടർ അതുപോലെയാണ്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു 3 കാപ്പി ഒരു കുഴപ്പമില്ലടാ മോനെ, നീ രാവിലെ കുടിക്കുക, വൈകിട്ട് കുടിക്കുക, വർക്കൗട്ടിന് മുമ്പ് പറഞ്ഞ കുടിക്കുക, നല്ല എനർജി ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആര് പറയണ കേൾക്കണ്ടേ? ഇവര് പറഞ്ഞ് എന്നെ കൺഫ്യൂഷൻ ആക്കുവാണ്. ഒരാളെ കണ്ടാൽ പറഞ്ഞു പഞ്ചസാര തൊടരുത്, വിഷമാണെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. വേറെ ആൾ ചോദിച്ചാൽ പറയാണ് പഞ്ചസാര അല്ലേ കുറച്ച് കഴിച്ചു, ഒരു കുഴപ്പമില്ലാന്ന്. ഒരാൾ ചോദിച്ചാൽ പറയാണ് മുട്ടയുടെ ഉണ്ണി 2 എണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, നീ മരിക്കും. ഞാൻ ഓർത്തു അയ്യോ. പിന്നെ വേറെ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ പറയണം മുട്ടയുടെ ഉണ്ണിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ്, നീ ഇതാണ് വെറുതെ നീ കഴിക്കണമെന്ന് പറഞ്ഞു. ഈ അടുത്തൊരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ നമുക്കൊരു ഡയറ്റ് തുടങ്ങാം. കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യം ചോദിച്ചു നീ വല്ല റീൽസും കണ്ടോ പുതിയതായിട്ടെന്ന് ചോദിച്ചു. കാരണം അവിടെ നിന്നാണ് പല അറിവുകളും ഇവന്മാർക്ക് കിട്ടുന്നത്. ആധുനിക മനുഷ്യരാണേ. അപ്പൊ ഇവന്മാർ ഓരോ സജഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാല്. അപ്പൊ അവൻ പറഞ്ഞ് ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞ് ഇവൻ തന്നെ ഒരു ദിവസം എന്റെ അടുത്ത് തർക്കിച്ചതാണ്. 6 എണ്ണൻ ഏത്തപ്പഴത്തിനെ പറ്റി നെഗറ്റീവ് റിവ്യൂ കിട്ടും എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കിടന്ന് തർക്കിക്കുക. ഞാൻ എന്തോ പറയാൻ ഇവന്റെ അടുത്ത്? അവന്റെ അടുത്ത് പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പോസിറ്റീവ് ഇരുന്ന് പഠിക്കണം. എന്തൊരു ഗതികേടാണ് നോക്കണേ ചേട്ടാ. ഈ വർക്കൗട്ട് കൂട്ടി ഡയറ്റ് കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ലൈനിലേക്ക് എത്തി നമ്മള്. അങ്ങനെ എല്ലാ 1-ാം തീയതി പോയിട്ട് ജിമ്മിൽ മെമ്പർഷിപ്പ്. അശൻ നമ്മളെ കാണുമ്പോഴേ പരിചയമാണ്. അശൻ നേരെ ഡയറ്റ് പ്ലാൻ അങ്ങ് എടുക്കും. അശൻ എടുത്ത വഴിയെ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ മോനെ എന്താ വേണ്ടേ? നമ്മൾ പറയും 6 പാക്ക് വേണം. അശ അപ്പൊ തന്നെ ചോദിക്കും ബിയറാണോ വയറാണോ? വയറ്. അങ്ങനെ അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ അശാന്റെ കയ്യിൽ പ്ലാൻ റെഡിയാണ്. ഇത് പലതവണയായി അശാൻ കാണുന്നു. അശൻ ഒരു ദിവസം ഒരിക്കൽ പറയാണ് എടാ മോനെ ഒരു പരിപ്പുടയില് 400 കാലറി വരെ വരാം. നമുക്കെന്ത് 400? നമ്മൾ പറഞ്ഞു ആഡ് ചെയ്തോ, വർക്കൗട്ടിൽ ആഡ് ചെയ്തോളാൻ പറഞ്ഞു. 400 കാലറി ഉള്ള വർക്കൗട്ട് പോരാഞ്ഞിട്ട് അതും കൂടെ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആത്മാവുണ്ടേ അതിന്റെ പരിപ്പ് വരെ പുറത്തു വരും എന്നുള്ളത്. ഈ 400 കാലറി കത്തിക്കണമെങ്കിൽ 7 കിലോമീറ്ററോളം നടക്കണം. 7 കിലോമീറ്റർ ഡെയിലി നടക്കാമെങ്കിൽ എനിക്ക് വലിയ ഒളിമ്പിക്സിനും പൊക്കൂടെ. എന്തിനാണ് ഞാൻ ജിമ്മിൽ പോയി ഹെൽത്ത് നന്നാക്കാൻ നോക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നാലോ അന്യായ പ്രോത്സാഹനമാണ്. ചെന്ന വഴിയെ അമ്മ ചോദിക്കും എന്തിനാടാ ജിമ്മിൽ പോയിട്ട്, നമ്മൾ ഗുണ്ടകളല്ല, നിനക്ക് എൻ്റെ കൂടെ യോഗ ക്ലാസ്സിന് ഒന്നുകൂടെ ചോദിക്കും. അമ്മയുടെ കൂടെ ഞാൻ യോഗ ക്ലാസ്സിന് ഒരിക്കൽ പോയി.
യോഗ ക്ലാസ്സിൽ ചെന്നിരുന്നു, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയെന്നും പറഞ്ഞ് എന്നെ അവിടുന്ന് പുറത്താക്കി. പിന്നെ ഞാൻ വഴി പോയിട്ടില്ല. പക്ഷെ അച്ഛൻ അമ്മയെ പോലെ അല്ല. അച്ഛൻ പ്രോത്സാഹിപ്പിക്കും എന്നല്ല, അച്ഛൻ എന്നെ ഡയറക്റ്റ് കുറ്റം പറയില്ല. അച്ഛൻ്റെ കൂട്ടുകാരോട് പറയും, ആ മാമന്മാർ എന്നെ വന്ന് കുറ്റം പറയും. ഈ മാമന്മാർ എന്നെ കണ്ടാൽ തന്നെ ചോദിക്കും, നീ അങ്ങ് കോലക്കെട്ട് പോയല്ലോടാ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലിന് ഉറപ്പില്ല, ഫാസ്റ്റ് ഫുഡ് അല്ലേ എന്ന് പറയണ മാമന്റെ വയറൊരു ഇത്രയും വരും. എന്നാലും തീറ്റ എന്റെയാണ് കുഴപ്പം. ഇവരെ ഞാൻ പലപ്പോഴും കാണുന്നത് തന്നെ അമ്പലങ്ങളിൽ വെച്ചായിരിക്കും. അമ്പലത്തിൽ ഷർട്ട് ഒരു തോളത്തിട്ടിരിക്കുമായിരിക്കും. ഞാൻ ഇങ്ങനെ ഇവരെ നോക്കും, ഇത്രയും ഹെൽത്ത് വരണേ ഞാൻ എന്തോരം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരു സാരാംശം എന്ന നിലയിൽ പറയാനുള്ളത്, ഡയറ്റ്, വർക്കൗട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമായിരിക്കും. അല്ലെ നിങ്ങളോട് ആരെങ്കിലും പറയുമായിരിക്കും ഇത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം വരും, നമ്മളൊക്കെ എന്തിനാ ശരിക്കും ജീവിക്കുന്നതെന്നുള്ളത്. അപ്പൊ 2 പൊറോട്ട ഓർഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക, അല്ലെ ഒരു സാലഡ് കഴിക്കുക. അപ്പൊ നാട്ടുകാരെ കടിയും തീരും, നമ്മുടെ വിശപ്പ് മാറും. പിന്നെ ഈ പറയുന്ന ഡോക്ടർമാരൊന്നും 100 കൊല്ലം വരെ ഒന്നും ജീവിച്ചിട്ടില്ല. അപ്പൊ ഡയറ്റിൽ കുറച്ചൊക്കെ വെള്ളം ചേർക്കാം, അത്ര തന്നെ. അനന്തും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ പല വീഡിയോസും കണ്ട് ഇൻഫ്ലുവൻസർ ആകാറുണ്ട് അല്ലെ. ഷാൻ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതേപോലെ ഡയറ്റ് എടുത്ത് പണി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡയറ്റ് എടുത്തിട്ടുണ്ടോ? ഞാൻ ഡയറ്റ് അങ്ങനെ പ്രോപ്പർ ഡയറ്റ് ഒന്നുമല്ല, ഞാൻ എല്ലാം കഴിക്കും. കഴിക്കുന്ന എല്ലാം ക്വാണ്ടിറ്റി വളരെ കുറച്ച് കഴിക്കും, അങ്ങനെയുള്ളതാണ്. അത്രേ ഉള്ളൂ. കാര്യം പിന്നെ ഈവനിങ് ഫുഡൊക്കെ കുറച്ച് നേരത്തെ ഞാൻ കഴിക്കും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതെ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ വീക്കെൻഡ്സ് ഇതാണ് ഈ പറഞ്ഞ പൊറോട്ട. അത് കേട്ടാലേ എനിക്ക് കൊതിയാ. ഞാൻ കണ്ടിട്ടുണ്ട് പിശുചേട്ടൻ കോഫി ഒക്കെ കുടിക്കുമ്പോൾ വിത്തൗട്ട് ഷുഗറാ കുടിക്കുന്നത്. അത് വെറുതെ. എനിക്ക് സ്വന്തമായിട്ട് കേക്ക് കടയുണ്ട്, അവിടെ പരീക്ഷിക്കുന്നത് എനിക്ക് കൊണ്ട് തരും. അത് തിന്ന് നല്ല മധുരം തരുന്നുണ്ട്. പിന്നെ വീട്ടിൽ ചെറിയ പിള്ളേരുണ്ടല്ലോ, ചെറിയ പിള്ളേരുള്ള വീട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ മധുരം ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടും തിന്നിട്ടും ഒക്കെ കിട്ടും. അപ്പൊ അത് ഒരുപാട് തിന്നുന്നതുകൊണ്ട് ചായ കുടിയില്ല. പിന്നെ വെറുതെ നമ്മൾ കുടിക്കുന്ന സമയത്ത് മധുരം വേണ്ട എന്ന് പറയുന്നതിന് ഒരു ബഹുമാനമുണ്ട്. ഈയിടെയായിട്ട് ആനന്ദുവിന്റെ പരിപാടി പറഞ്ഞ എടുത്ത വിഷയങ്ങൾ വളരെ നല്ലതായിരുന്നു. ഡയറ്റ്, യോഗ, റീൽസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സ്റ്റാൻഡപ്പ് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം നമ്മൾ ആലോചിച്ചാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് പറയുന്ന പോലെ അല്ല പറയുന്നത്, നമ്മൾ അപ്പൊ കൈ നിന്നിട്ട് പറയുന്ന പോലെയാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്. അനന്തു ആലോചിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വളരെ കാഷ്വൽ ആണ്. പക്ഷെ അത് പ്രസന്റേഷൻ ആവുന്നില്ല, പറയുന്നുണ്ട്. നമ്മൾ എന്തിനാണ് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കണം. നമ്മുടെ മുന്നിൽ ഒന്ന് പറയുന്നതും നമ്മുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുന്നതും ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്തൊരു അവതരണത്തിന്റെ ഏരിയ എനിക്കൊരു ഇത്തിരി വീക്കായിട്ട് തോന്നി. ഇതൊന്ന് നന്നായിട്ട് ജിമ്മ് പോകുമ്പോ, ജിമ്മിലെ ആശാൻ പറഞ്ഞത് പൊറോട്ട കാണുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ റീൽസ് കാണുമ്പോ എന്നൊക്കെ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെല്ലാം ഇതിന്റെ ഒരു അവതരണം ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഒരു പരിചയത്തിലൊരുത്തൻ കാഞ്ഞ സിഗരറ്റ് വലി ഒരു രക്ഷയില്ല, നിർത്താൻ പറ്റുന്നില്ല. അവസാനം ഒരുത്തൻ ഇതുപോലെ ഉപദേശിച്ച് യോഗ പഠിച്ചാൽ ഇതിനൊരു കൺട്രോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ എവിടെയോ പോയി കുറെ യോഗയൊക്കെ പഠിച്ച് ഇപ്പൊ അവൻ തലകുത്തി എന്ന് കാലുകൊണ്ട് വലിക്കും. ഒരുപാട് നിർദ്ദേശങ്ങൾ വരും. കാരണം ഇപ്പൊ നമുക്ക് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ ഒരു 1500 മരുന്നുണ്ട്. പേരയുടെ ഇല തിളപ്പിച്ച് കുടിക്കും, മറ്റേ മരത്തിന്റെ തൊലി എത്തി എടുക്കും, വേര് മറ്റേ വെള്ളത്തിലിട്ട് തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കും. ഇങ്ങനെ ഒരു 1500 ഉണ്ട്. ചിലർ പറയും ഇൻസുലിൻ എടുക്കാൻ പറയും, ചിലർ ഗുളിക കഴിക്കാൻ പറയും, ചിലർ ഗുളിക ഒന്നും കഴിക്കണ്ട, ഇത് യോഗ ചെയ്താൽ മതി അപ്പൊ മാറും എന്ന് പറഞ്ഞിട്ട് നമ്മളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഭവം ഇതുകൊണ്ട്. അതെ, ഈ കള്ള് കുടിക്കുന്നവർക്കുണ്ട് ഇതുപോലെ മരുന്ന് എന്ന് പറയുന്നത്. എല്ലാത്തിനും കള്ള് ചേർത്താ. പനിയുണ്ട്, ബ്രാൻഡിയിൽ ഒരു 2 കുരുമുളക് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഒറ്റ സാധനം കുടിച്ചാൽ മതി. ജലദോഷമാണെങ്കിൽ ബ്രാൻഡി ചൂടുവെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി. അങ്ങനെ എല്ലാം കള്ളു കുടിക്കുമ്പോൾ ബ്രാൻഡി ചേർത്ത് പറയും. ഇതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒരു പുള്ളിയോട് മുതുവേദനയാന്ന് പറഞ്ഞപ്പോ പറയും ഇച്ചിരി ബ്രാൻഡി കയ്യിലെടുത്തിട്ട് തിരുമിയാ മതിയെന്ന്. അല്ല അമൃത, ഈ അനന്തകൃഷ്ണന്റെ പെർഫോമൻസിനെ കുറിച്ച് ആധികാരികമായിട്ട് പിഷു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഇവിടെ ഇരുന്നപ്പോ ഫീൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ. മോന്റെ പെർഫോമൻസിന് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. പിന്നെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ. അപ്പൊ അതെല്ലാം ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും മോനിലുണ്ട്. ഇനി അടുത്തൊരു അവസരം നമ്മൾ കാണുമ്പോൾ ഒരു ഉഗ്രൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് മാറണം കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതെല്ലാം നെഗറ്റീവ് അടിപൊളി അമൃത ഡയറ്റ് ചെയ്യുന്നുണ്ടോ മോളെ? ഞാനോ? എന്താ അങ്ങനെ ചോദിച്ചാൽ ആര് പറഞ്ഞു? അല്ല, കണ്ടിട്ട് തോന്നുന്നു. അത് എങ്ങനെയാണ് ഡയറ്റിങ്? അങ്ങനെ ഡയറ്റിംഗ് ഒന്നും ഇല്ല. ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതിപ്പോ കണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത്. എന്താ മോളുടെ ഡയറ്റിംഗ് എങ്ങനെയൊക്കെയാണ്?
അല്ല ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചാർട്ട് ഒന്നും ഇല്ല. ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും. നോൺ വെജ് ബീഫ് ഒന്നും കഴിക്കത്തില്ല, വീട്ടിൽ കുക്ക് ചെയ്യത്തില്ല. ഓക്കെ. മട്ടൺ കഴിക്കത്തില്ല. ചിക്കൻ കഴിക്കും, അത് വളരെ ലൈറ്റ് ആയിട്ട്. ആണല്ലേ? അത് ഇവര് കുറെ പെണ്ണുങ്ങളാക്കുക ഞാൻ ഇങ്ങനെ ഉപാധികളോടെ നോണും വെജും ഒക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിക്കും, ഇത് കഴിക്കൂല്ലോ, ഇത് കഴിക്കും, അത് കഴിക്കുമല്ലോ. ശരിക്കും ബീഫ് എന്ത് തെറ്റിയിട്ടാണ് നിങ്ങൾ ബീഫ് കഴിക്കാത്തത്? കുറെ പെണ്ണുങ്ങളുണ്ട് ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കൂല എന്നുള്ളത്, അങ്ങനെ കേട്ടില്ലേ? അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, അത് എന്റെ വീട്ടുകാരുടെ പ്രശ്നം. അല്ല, എന്റെ വീട്ടിൽ കുക്ക് ചെയ്യത്തില്ല ഈ സാധനങ്ങളൊന്നും, പണ്ട് മുതലേ കഴിച്ചിട്ടില്ല. വീട്ടില് കുക്ക് ചെയ്യത്തില്ല. അപ്പൊ അവരുടെ 28 വയസ്സ് വരെ ശുദ്ധ വെജിറ്റേറിയനായിരുന്ന ഞാനിപ്പോ എന്തെല്ലാം തിന്നും. ഏതോ രാജ്യത്തോട്ട് മുതലയുടെ ഇറച്ചി വരെ തിന്നിട്ടുണ്ട് ഞാൻ. അതിപ്പോ വീട്ടിൽ കുക്ക് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു റീസൺ അല്ല അതിനെ സംബന്ധിച്ചിടത്തോളം. നാളെ പോലെ എന്തായാലും വീട്ടിലത് പറഞ്ഞ് കുക്ക് ചെയ്യിപ്പിച്ചിരിക്കും. മുതലയുടെ ഇറച്ചിയോ? മുതലയുടെ അല്ല, ബീഫ് അല്ലേ? ബീഫ് ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടില്ല. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരും വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ട് ഞാൻ വരും. ഓക്കെ ഓക്കെ. ഞാൻ എന്തോരം ഡയറ്റ് ചെയ്തിട്ടോ എന്റെ വയറ് ചാടി ചാടി വരുവന്നേ. ഡയറ്റ് ചെയ്തല്ലോ, ഗർഭമല്ലേ ഇത്? അപ്പൊ മാഷേ, നമ്മുടെ അനന്തുവിന്റെ പ്രകടനത്തിനെ പറ്റി എന്താ അഭിപ്രായം? അനന്ത് ഒരുവിധം കുഴപ്പമില്ല. മാഷ് പറയണ്ട, മാഷ് പറഞ്ഞ ആകുള്ളൂ. ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. അനന്ത് താങ്ക് യു സോ മച്ച്. കിട്ടി വേണം. പൊന്നാടെത്തി മാഷേ. ഇപ്പൊ നമ്മൾ നേരത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ആദരവ്, നമ്മുടെ ബേബിയുടെ മാഷിനെ ആദരിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മാഷേ പ്ലീസ്. എല്ലാവരും കൈയടിച്ച് നന്നായിട്ട്. പൊന്നാടല്ലേ ഇത്? ഇത് മേഡത്തിന്റെ സാരി ഡ്രൈ ക്ലീൻ ചെയ്ത് കിട്ടിയത് ഇത് തന്നെയല്ലേ മേഡം? ശരിയല്ലേ? തൽക്കാലം ഇത് കൊടുക്കാൻ പറ്റൂല. സാരി തരാൻ പറ്റൂല. മാഷേ, ആദരവ് ഒന്നും കൂടി നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കുറച്ചും കൂടെ കയ്യിൽ മാറ്റി വെക്കാം അല്ലേ? കുറച്ച് നേരം കൂടെ മാഷിന് ക്ഷമിക്കണം. പൊന്നാടനോട് ഇത്ര അർത്ഥം പാടില്ല കേട്ടോ. അത് അല്ല, ഞാൻ മാഷ് വന്നിരുന്നപ്പോ തൊട്ട് ഞാൻ നോക്കുന്നുണ്ട്, ചോദിക്കണം എന്ന് കുറെ നേരമായിട്ട്. ഇതെന്താ മാഷ ഈ പൊതിയില് ചേട്ടന് കൊടുക്കാൻ കൊണ്ടുവന്ന് എന്തായാലും ആണെങ്കിൽ കൊടുക്കാം. അല്ല 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 അല്ല, അത് നീ വിചാരിക്കണ പോലെ അല്ല സാധനമല്ല. മാഷ് ഞങ്ങള് കുട്ടികളെ പണ്ട് പഠിപ്പിക്കണ കാലം തുടങ്ങി ഓർഗാനിക് ഐറ്റം മാത്രമേ കഴിക്കുള്ളൂ. അതിപ്പോ നമ്മളൊരു കല്യാണത്തിന് വിളിച്ചാലും അവിടെ മാഷ് പൊതിഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കും. അങ്ങനെയാണ് മാഷ്. ഭയങ്കര ചിട്ടകളാണ്. രാവിലെ എണീക്കും, 5 മണിക്ക് നടത്തം, ഒരു 7 കിലോമീറ്ററോളം നടക്കും, പിന്നെ യോഗ ചെയ്യും, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള അല്ല, അപ്പൊ നമ്മളിവിടെ പ്രൊഡക്ഷൻ ഫുഡ് അറേഞ്ച് ചെയ്തൊന്നും ബ്രേക്കിന് സാറ് കഴിക്കത്തില്ല അല്ലേ? പ്രൊഡക്ഷൻ ഫുഡൊന്നും മാഷ് കഴിക്കൂല. മാഷ് തന്നെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആരോഗ്യത്തിന്റെ രഹസ്യം. ഇത് ഓർഗാനിക് ഫുഡ് മാഷ് നോക്കട്ടെ മാഷ. ഞങ്ങള് ഒരു കൗതുകം കൊണ്ടിട്ടല്ലേ തുറന്നു. ഒന്നും തോന്നല്ല മാഷ, അങ്ങനെ വേറൊരാളുടെ പൊതി അങ്ങനെ തുറന്നൊന്നും നോക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു കൗതുകത്തിന്റെ പുറത്ത് നമ്മള് ഇതിപ്പോ യോഗ, നടത്തം, ഓർഗാനിക് ഫുഡ്. വയസ്സായില്ലേ, ഇപ്പൊ ഇതൊക്കെ ആയിട്ടാ ഭക്ഷണത്തിന് പകരം ഇപ്പൊ ഇതൊക്കെയാ കഴിക്കുന്നത്. ആയിരുന്നു ചേട്ടാ ഇതൊക്കെ. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചതല്ലേ, ഒരാൾക്കുണ്ടാവും. അതെ, ഇത് മാഷ് കൊണ്ടുപോയിട്ടെ അതൊക്കെ കൂടി ഇടിച്ചു പിടിച്ച് പുട്ടുണ്ടാക്കി തിന്നട്ടാ. ഞാൻ പൊന്നാട് വരുമ്പോ വിളിക്കാം. ഒന്ന് ഇറക്കി വിട്ടോ കേട്ടോ. നോക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോഴാ കണ്ടത് അത് ഇതാ അവസ്ഥ എന്നുള്ളത്. അതെ അതെ അതെ. ആരെ വിചാരിച്ച പോലെ കേട്ടോ അമൃതേ, അത് ചിലപ്പോ മാഷിന്റെ ഓർഗാനിക് ഗുളികയായിരിക്കും. ഉപകാരപ്പെടുന്ന ഗുളികയാണ്. മൈ ജെ ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ടിലെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഇന്ദു, കൊല്ലം. ഇന്ദു നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഹലോ, ഹായ്. ഇവര് രണ്ടുപേരും പ്രത്യേകിച്ച് കണ്ടുവെച്ചോട്ടെ, എന്തായാലും ആവശ്യം വരും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബോസിനെ, അതെ എന്റെ ചേട്ടനെ. ഇന്ദു എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. കല്യാണം കഴിഞ്ഞാണോ? ആണ്. അങ്ങനെ ആരോടും പറയണ്ട. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്തു? ഗോൾഡിന്റെ സെയിലാണ്. ഗോൾഡിന്റെ സെയിലാണ്. ഇത് ഏതാണ്, മറ്റേ ജ്വല്ലറി ആണോ അതോ ഹോൾസെയിൽ ആണ്? ഓണർ ഞങ്ങളല്ല, വേറെ വല്ലവരുമാണ്. സ്റ്റാഫ് മാത്രം. സ്റ്റാഫ് മാത്രം. ഗോൾഡിന്റെ സെയിലില് സ്റ്റാഫായിട്ട് നിൽക്കുകയാണ്. ആണ്. എത്ര കുട്ടികളുണ്ട്? രണ്ടുപേര്. എത്ര പ്രായമായി? ഒരാൾ 6ാം ക്ലാസ്സില്, ഒരാള് 2ാം ക്ലാസ്സില്. ഇത് 3-ാം മാസമായിട്ടുള്ളൂ. ആണോ? പക്ഷെ ഗർഭകാലത്തെ ഞാൻ ഇങ്ങനെ നല്ലതായിട്ട്
പരിചരിച്ച് കൊണ്ടുപോവാ. അതുപോലെ ഇന്ദുവിന്റെ ഭർത്താവ് അതുപോലെ പിന്നെ നോക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം തൊട്ട് ഡെലിവറി ടൈം വരെ എന്നെ ആ കട്ടിലെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. രാവിലെ പാല് കാച്ചി കൊണ്ടുവരും, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും, ലഞ്ച് എല്ലാം കൊണ്ടുവരും. പിന്നെ ആകെ ഞാൻ ഇറങ്ങുന്നത് ഹോസ്പിറ്റലിൽ പോവാൻ. അത് പുള്ളി വണ്ടി വീടിന്റെ വാതൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോവാണ് ചെയ്യാറ്. അത്രയ്ക്ക് കെയറിങ്ങാ. അത്ര ഉണ്ടോ ചേട്ടാ? ഇത് ആര്യ അങ്ങനെയല്ല. ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യക്ക് എപ്പോഴും മസാല ദോശ വേണം. മസാല ദോശയാണ്. അതായത് ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കോ അതോ കെമിക്കൽ അല്ലേ കടയൊക്കെ, അപ്പൊ അത് ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കൂ? കെമിക്കൽ ഇല്ല, ഞങ്ങള് കെമിക്കലല്ല ഞാൻ കൊടുക്കണത്. ഞാൻ മസാല ദോശ ഫാം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഫാമിൽ നിന്ന് തന്നെയാണോ? എല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ചേട്ടാ പോവാൻ നേരം എനിക്ക് കുറച്ച് തന്നുവിടണേ. അത് തന്നിടും. അല്ല അത് എന്തൊരു വർത്തമാനമാണ് അത്. ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് സ്വർണത്തിന്റെ പണിയാന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സ്വർണം ചോദിച്ചു. ഞാൻ ചോദിക്കണത് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഉടനെ നമ്മുടെ അടുത്ത് വന്ന് അതെന്താ അത് ഈ വില വ്യത്യാസത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവിടെ ചിലപ്പോ 50,000 ആവും. നമ്മൾ ഞങ്ങളുടെ ഫാമിൽ 5 അതെന്ത് പറ്റി? നിങ്ങളുടെ ജ്വല്ലറിയിൽ സ്വർണ്ണ വെണ്ടയ്ക്ക കൊടുക്കുന്നുണ്ടോ സ്വർണ്ണ എന്ന് പറയാനായിട്ട്? അല്ല, ഇന്ദുവിന്റെ ഭർത്താവിന്റെ പേരെന്താ? രാജേഷ്. രാജേഷ് വീട്ടുകാര് ഇടവനായിട്ട് പടിഞ്ഞാറ്റതിൽ. വെറുതെ അല്ല, നമ്മളുടെ അടുത്തുനിന്ന് ഗോൾഡ് എടുക്കണ പുള്ളിയാ. ആണോ? ഞങ്ങളല്ലേ പുള്ളി. നിങ്ങൾ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് അതിന്റെ പരിപാടിയുണ്ട്. എല്ലാം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിക്കാരനാ. ശരി, എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ, ഞാൻ മറന്നുപോയി. മറ്റേ ബേബി സാറ്. അയ്യോ, സാറിന്റെ കാര്യമായിരുന്നു. സോറി ഞാൻ മറന്നതാ കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരല്ല, ക്ഷമിച്ചു വിട്ട്. എന്തുവിന്റെ ഗർഭകാലത്ത് ഏതെങ്കിലും ഒരു ആഗ്രഹം പുള്ളി നടത്തി തരാതിരുന്നോ? രണ്ടാമത്തേന് നടത്തി തരാതിരുന്ന ഒരാഗ്രഹം. ഞാനൊന്ന് പുള്ളി മറ്റേ ബിസിനസ്സുകാരുമായിട്ട് ബോംബെയിൽ പോകും. അപ്പൊ ഞാൻ ആ ടൈമിൽ ബോംബെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇതുവരെ കൊണ്ടുപോയില്ല. ഞാൻ സിനിമയിലല്ലാതെ ബിസിനസിന്റെ ആവശ്യത്തിന് ബോംബെ പോകുന്ന ആളെയൊന്നും കണ്ടിട്ടേ ഇല്ല. പുള്ളി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ബോംബെയില്? പുള്ളി മാസത്തിൽ 1-2 ട്രിപ്പ് പോകും. ഇത് മൂകാംബിക കേട്ടോ കേസ്. ഇത് മൂകാംബിക യൂണിവേഴ്സിറ്റി പെട്ട കേസാ. അല്ല, ഞാനും പറയാറുണ്ട് മറ്റേ ബാലേട്ടനകത്ത് ലാലേട്ടൻ പോയാണ് കാവല്. ലാലേട്ടനല്ല, വേണുചേട്ടൻ. വേണുചേട്ടൻ കൂടെ വന്നിട്ടുണ്ടോ ചേട്ടൻ? ഇല്ല, വന്നിട്ടില്ല. ബോംബെല മാഷേ, ഇന്ദുവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ മോള് നന്നായിട്ട് ഒരു കാര്യം ചെയ്യാൻ. സമയങ്ങൾ എന്താ? സമയം ഇല്ലാന്ന് തൊട്ടുണ്ട്. സമയം തരാം. പെർഫോമൻസ് കഴിഞ്ഞ് സംസാരിക്കാം. തിളച്ചെണ്ണയിൽ കടുകിട്ടാൽ പടപടാ പൊട്ടും പോലെ നിങ്ങളെയൊക്കെ കുടുകുടാ ചിരിപ്പിക്കാം എന്നൊരു വ്യാമോഹത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങുവാണേ. ദൈവമേ, വൈറലായില്ലെങ്കിലും എനിക്ക് എയറിലായാ മതി. ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കാരണമേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആരാ? ഈ എയറിലാവുന്നവര്. എന്തിനേറെ പറയുന്നു, നമ്മുടെ സെലിബ്രിറ്റികളിൽ പലരും എയറിലായിട്ടെ സ്വന്തമായിട്ട് ഇപ്പൊ ഓരോരോ യൂണിവേഴ്സ് ആണ്. എനിക്ക് അത്രയൊന്നും എത്തിയില്ലെങ്കിലും ഞാൻ അതിന്റെ സൈഡിൽ കൂടെ ഒരു പേടകൊക്കെ ഇട്ടങ്ങ് പൊയ്ക്കോളാം. പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നു എന്ന് പറഞ്ഞപ്പം എന്റെ നാട്ടില് ഒരു കൂട്ടം യൂത്തന്മാരും ഫ്രീക്കത്തികളും ഒരേ സ്വരത്തിൽ എന്നോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ചേച്ചിയെ പോയി ജയിച്ച് കപ്പൊക്കെ അടിച്ചെങ്കി വാ എന്നൊന്നും അല്ല. അതിനിവിടെ ക്രിക്കറ്റ് ഒന്നും ഇല്ലല്ലോ, ഞാൻ കപ്പും കൊണ്ടല്ല. പിന്നെ അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എന്റെ പൊന്നു ചേച്ചി, ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവിടെ കൊണ്ടുപോയി അടിക്കരുത്, ഏക്കൂല്ല. മാത്രമല്ല നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി പോവും. ഇനിയിപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളെ തള്ള വൈബെന്ന് പറയുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ അന്നേരം വിളിക്കേണ്ടതാ. പക്ഷെ എന്റെ ഒരു മാന്യത വെച്ച് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അന്ന് ഞാനൊരു തീരുമാനം എടുത്ത്, ഇനി ന്യൂജനായിട്ടെ ബാക്കി കാര്യമുള്ളെന്ന്. അതിന്റെ ആദ്യ ഭാഗമായിട്ട് 25 വയസ്സിന് മുകളിലുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ അന്നോടെ നിർത്തി. പക്ഷെ എന്ത് പറ്റി? ഇവിടെ ഗ്രൂമിങ്ങിന് വന്നപ്പോ ഉണ്ടല്ലോ, എന്റെ ദൈവമേ, എല്ലാം തള്ള വൈബും തന്ത വൈബും. എനിക്ക് മിണ്ടാൻ ഒരു ഒറ്റ മനുഷ്യനില്ല. ഇല്ല, ആശ്രമവാടിയിലെ സീത ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് സന്തോഷമായി, എന്റെ സെയിം വൈബുള്ള കുറച്ച് ആൾക്കാരെ കണ്ടല്ലോ. പിന്നെ ഈ നാട്ടുകാരെ കൂടി അറിയിക്കണമല്ലോ ഞാൻ ചെറുപ്പമാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യുമെന്ന്. അപ്പോഴല്ലേ കിട്ടിയത്, ഓണമല്ലേ വരാൻ പോകുന്നത്. ഞാൻ തൊട്ടടുത്ത ക്ലബിൽ ചെന്നു. ഓണാഘോഷ പരിപാടിക്ക് അത്തപ്പൂക്കള മത്സരം തൊട്ട് വടംവലിക്ക് വരെ ഞാൻ എന്റെ പേരങ്ങ് കൊടുത്ത്. പക്ഷെ ഞാൻ ചെന്ന് കയറിയപ്പോ ഇവന്മാർ എന്നോട് പറയാ, ചേച്ചി നോട്ടീസ് ഒന്നും അടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്തിനാടാ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല, എല്ലാത്തിനും ഞാനുണ്ടെന്ന്. പക്ഷെ അത് പറഞ്ഞപ്പോ ഇവിടെ 1-2 മുഖത്തൊക്കെ ഞാനൊരു സന്തോഷം കണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം, ഈ ഓണാഘോഷം കഴിയുമ്പോഴേ എന്റെ എല്ലിന്റെ എണ്ണം കൂടിയും പല്ലിന്റെ എണ്ണം കുറഞ്ഞും ഞാൻ ഇനി ഈ വഴിക്ക് വരില്ലല്ലോ ശല്യം ചെയ്യാനെന്നല്ലേ.
സന്തോഷിക്കണ്ട, ഞാൻ മത്സരിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇലക്ഷന് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിക്കുന്നു, പിന്നല്ലേ ഒരു ഓണാഘോഷം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ക്ലബിലെ പിള്ളേരും ഞാനും തമ്മിൽ നല്ല കമ്പനിയാ. ഇവന്മാരുണ്ടല്ലോ, ആദ്യം ഞാൻ പരിചയപ്പെട്ട സമയത്ത് എന്നെ വിളിക്കും ചേച്ചിന്ന്, 2 ദിവസം കഴിഞ്ഞപ്പോ സിസ്സായി, പിന്നെ ഡ്യൂഡായി, വടിയായി, അവസാനം ഇപ്പൊ എടി പൊടി എന്നൊക്കെ ചോദിച്ചാ പറയേ നിങ്ങൾ ഞങ്ങളുടെ ചങ്കല്ലേ ചങ്കിടിപ്പല്ലേന്ന്. സത്യം പറഞ്ഞ ഇതൊക്കെ കാണുന്ന എന്റെ കെട്ടിയോൻ ഇപ്പൊ നെഞ്ചിടിപ്പാ, എന്റെ പോക്കിത് എങ്ങോട്ടാന്ന്. അല്ലെങ്കിലേ എനിക്ക് ഭയങ്കര മാനസിക വിഷമാ കുറെ നാളായിട്ട്. രമേശ് ചേട്ടാ, ഷാജോൻ ചേട്ടാ കേക്കണം, എന്റെ വീട്ടുകാര് എന്നോട് ചെയ്ത ചതി. എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് കുറച്ച് നേരത്തെ ആയി പോയി, വെരി ഫാസ്റ്റ്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എനിക്ക് എന്റെ ഡെലിവറി വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. എന്തോരം മില്യൺ വ്യൂസാണ് നഷ്ടമായത്. പക്ഷേ ഉണ്ടല്ലോ, എന്റെ നാത്തൂൻ ഇപ്പൊ പ്രഗ്നന്റാ. അവളുടെ ഡെലിവറി വീഡിയോ ചെയ്യാനുള്ള NOC എഴുതി ഒപ്പിട്ട് വാങ്ങി പെട്ടിയിൽ വെച്ചിട്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കൊരു കുറച്ചുകൂടി സന്തോഷമായി. സാറിന്റെ വൈഫ് പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ ആ വീഡിയോ എടുക്കാനുള്ള ചാൻസും കൂടി തന്നാ എനിക്ക് ഇരട്ടി സന്തോഷാവും. സാറ് തരുമോ? യൂട്യൂബ് ചാനലിലല്ലേ? ആ അതെ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അത് ഏതോ ഒരു 1 മില്യൺ അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ആണോ? ഞങ്ങൾ മിനിമം ഒരു 10 മില്യൺ എങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏതെങ്കിലും ചാനലിന് ഇത് കൊടുക്കുള്ളൂ. അപ്പൊ എന്റെ ചേട്ടനോട് പറയും, ഈ ചേട്ടനോടുള്ള ബിസിനസ് കോൺട്രാക്ട് നിർത്താൻ ഞാൻ പറയും. ഞാൻ എന്തായാലും നാത്തുവിന്റെ ഈ ഡെലിവറി വീഡിയോ എടുക്കണ്ടില്ല, അപ്പൊ അവളെ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്നലെ വീട്ടിൽ വരെ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മ അങ്ങോട്ട് കയറി വന്ന്. ഇതിപ്പോ എന്നെയാണോ ഉദ്ദേശിച്ച അവളെയാണോ എന്നറിയാൻ വയ്യ. അമ്മ വന്നിരുന്നിട്ടൊരു പറച്ചില്ല, ഓ ഇപ്പോഴത്തെ പിള്ളേർക്ക് 1-ാം മാസം തുടങ്ങുമ്പോഴേ അങ്ങ് റെസ്റ്റാ. എനിക്കും ഉണ്ടായിരുന്ന ഒരു ഗർഭകാലം. അന്നേ എന്റെ വീട്ടില് ചായക്കടയായിരുന്നു, എന്തോരം ജോലിയായിരുന്നു. നാത്തൂൻ എന്നെ ഒരു നോട്ടം, അല്ലേ ചേച്ചി ഇവരെ വീട്ടിൽ ചായക്കടയായത് എന്റെ കുറ്റമാണോ എന്നാണ് അവള് നോക്കിയത്. എന്റെ പൊന്നമ്മ അവിടെ കൊണ്ട് നിർത്തുമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ സോപ്പിട്ട് നിക്കണമല്ലോ. അമ്മ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഓ അന്നൊന്നും മിക്സി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കല്ലിൽ ചമ്മന്തി അരയ്ക്കുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വന്ന തൊട്ടപ്പുറം മാറി നിന്ന് ഛർദ്ദിച്ചിട്ടേ വീണ്ടും വന്ന് ചമ്മന്തി അരയ്ക്കും. നാത്തൂൻ എന്നെ വീണ്ടും ഒരു നോട്ടം. അതെന്താ എനിക്ക് സപ്പോർട്ട് ചെയ്തൊന്നും പറയാനില്ലേന്ന് അതിന്റെ അർത്ഥം. ഞാൻ അപ്പോഴേ അമ്മയെടുത്ത് പറഞ്ഞു, എന്റെ പൊന്നമ്മ നിങ്ങളുടെ അയലത്തുകാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട് ഞാനെങ്ങാണോ അവിടെ താമസിച്ചെങ്കിൽ അപ്പോഴേ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ വിളിച്ച് പറഞ്ഞു വീറുമൃത്തിയിൽ അതിനെ കട വരെ ഞാൻ പൂട്ടിച്ചേനെ. അവർക്കൊരു സന്തോഷം, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എന്നിട്ട് അമ്മയ്ക്ക് ഞാനൊരു ഉപദേശം കൊടുത്ത്, അമ്മയെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഇനിയിപ്പൊ നാട്ടുകാർ മൊത്തം പറയും നിങ്ങൾ തള്ളവൈബാണെന്ന്. അങ്ങനെ നൈസായിട്ട് എനിക്ക് കിട്ടിയ തള്ളവൈബ് വട്ടം ഞാൻ എന്റെ അമ്മയ്ക്ക് അങ്ങ് കൊടുത്ത്. പക്ഷെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഞങ്ങള് 90s പിള്ളേര് തള്ളവൈബ് തന്തവൈബ് എന്ന് പറഞ്ഞ ഞാൻ അംഗീകരിക്കില്ല. കാരണം എന്താ, ഞങ്ങളും മമ്മൂക്കയൊക്കെ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാ. എങ്ങനെ? ഏജ് ഇൻ റിവേഴ്സ് ഗിയർ. പിന്നെ ഇതിൽ കൂടുതൽ ഇവിടെ നിന്ന് സ്വയം പൊക്കിക്കഴിഞ്ഞാ ഉണ്ടല്ലോ, ചിലപ്പോ എനിക്ക് അങ്ങ് ഏറിന്ന് ഇറങ്ങാൻ ആ പേടകം പോരാതെ വരും. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. പിഷു ചേട്ടാ, ഇന്ദു നല്ല രസമായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ പഴയ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾ കുറെ ദൂരം നടന്നാണ് സ്കൂളിൽ പോയത്, ഞങ്ങൾ ആട്ടുകല്ലിൽ അരിയരിച്ച കഥകള്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷെ ആ കഷ്ടപ്പാടുകൾ ഇന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ ഞാൻ ഇവിടെ ഡിഗ്രിക്ക് പാസ്സായത് ഗൂഗിൾ ഇല്ലാത്ത മൊബൈൽ ഫോൺ ഇല്ലാതെയാണ്, അല്ലേ? നമ്മൾ ഇല്ലാതെ പാസ്സായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത് ഇനി നമ്മൾ ഒരാളോട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നൊന്നും പറയുന്നത് ഒട്ടും അവർക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ രസമായിരുന്നു. എനിക്ക് ചില സ്ഥലമൊക്കെ കുറച്ചുകൂടെ നമ്മൾ ആ ചായക്കട നടത്തുന്നതും ആ ചായക്കടയിൽ ഒരു ഗർഭിണി നിന്ന് പണിയെടുക്കുന്നതും അവിടെ നിന്ന് പുറത്തുപോയി ഛർദ്ദിച്ചിട്ട് തിരിച്ചു വന്ന് പണിയെടുക്കുന്ന ആ സ്ഥലമൊക്കെ കുറച്ചുകൂടെ പറച്ചിലിനകത്ത് ഒരു വിഷ്വൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർക്ക് പരാതി കൊടുക്കുന്ന പറയുന്ന വിറ്റും അതും ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് നന്നായനെ. അമ്മയുടെ പറച്ചിലും ഇതിനുമൊക്കെ ബാക്കി ഗംഭീരമായി കേട്ടോ. ഓക്കെ ഷാജോൻ ചേട്ടാ, എന്തോ നല്ല രസമുണ്ടായിരുന്നു. എന്തോ കാര്യം നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പലപ്പോഴും ഞാനൊക്കെ ട്രൈ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ദു പറഞ്ഞത്. കാര്യം നമ്മൾ കുറച്ച് ന്യൂജനാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളും അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതിപ്പം നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മൾ പഴയതാണ് നല്ലതെന്ന് പറയുന്ന പഴയ ആൾക്കാരുണ്ട്, പുതിയതാണ് നല്ലതെന്ന് പറയുന്നത്, അതൊന്നും അല്ലാതെ നമ്മൾ ഏത് സമയത്താണോ ജീവിക്കുന്നത് അപ്പോഴുള്ള കുറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുക. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കല്ലേ ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എന്നാൽ അത് വളരെ രസകരമായിട്ട് ഇന്ദു പ്രസന്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാളായി ഇന്ദു ഇതിങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു? ഞാൻ ഒരു 3 വർഷമായി. 3 വർഷമായി ആണല്ലേ? ഓക്കെ. കുറെ നാളും ഒരു പരിപാടിക്ക് പോയപ്പോ എന്റെ കൂടെ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അപ്പം
അവൻ ചില ഇരുമ്പ് വളകളും ചില പ്രത്യേകതരം ബനിയനും ഷർട്ടും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ രാത്രി ഞാനും അവനും കൂടെ റൂം ഷെയറിങ്. ഞാനും ഇവന്റെ പെട്ടി ഇവന്റെ ഷർട്ടൊക്കെ കണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചത്. ഞാൻ അന്നൊക്കെ ചെറിയ കളർ ഷർട്ടും പാൻറ്റും ഒക്കെയാ. എങ്ങനെയെങ്കിലും എന്നെ കൂടെ നീ ഒന്ന് യൂത്ത് ആവാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് കുറെ ഉപദേശമൊക്കെ മേടിക്കാനൊക്കെ ശ്രമിച്ച് ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ കണ്ടപ്പോ അവൻ നരച്ച താടിയൊക്കെ വെച്ച് കംപ്ലീറ്റ് അവൻ വാർദ്ധക്ക് ആക്സെപ്റ്റ് ചെയ്ത് വന്നേക്കും. എന്നെക്കാൾ ഇളയവനാ. നോക്കുമ്പോ ഞാൻ കൊള്ളാം അന്നത്തേനേക്കാളും. അങ്ങനെ മാറി മറിഞ്ഞും പോവാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചേഞ്ചസ് വരാറുണ്ട്. ഈ ഇന്ദുവിന്റെ കഥയിലെ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട റോളായിരുന്നു അമ്മായിയമ്മയ്ക്ക്. അമ്മായിയമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന് ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ മനസ്സിലായി. ശരിക്കും അമ്മായിയമ്മയായിട്ട് എങ്ങനെയാണ്? ശരിക്കും സ്നേഹമാണ്, ശരിക്കുള്ള സ്നേഹമാണ്. അപ്പൊ ഇതൊക്കെ ഈ കൗണ്ടറൊക്കെ എഴുതിയത് അമ്മായിയമ്മയുടെ വിത്ത് പെർമിഷൻ ആണോ? പിന്നെ തീർച്ചയായിട്ടും പുള്ളിക്കാരിനെ ഇത് പറഞ്ഞ് കേൾപ്പിച്ചോ? കേൾപ്പിച്ചു. അമ്മ ഭയങ്കര സപ്പോർട്ട്. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്രൂവ്ഡ് ആണോ? അമ്മായിയമ്മയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? അമ്മായിയമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ആണോ? എന്തുവോ? അതെന്തിനാ അറിയാ? അത് പറഞ്ഞ് എരിപിരി കൂട്ടി പുള്ളിക്കാരത്തിന് അടുക്കളയിൽ നിന്ന് ഇറക്കാതിരിക്കാനുള്ള പണി. ഇതൊക്കെ നമ്മള് ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു കുക്കിംഗ് ആയിരിക്കും പറയാം. അല്ല, അമ്മ ഇപ്പൊ എന്നെ പഠിപ്പിച്ച് ഇപ്പൊ അമ്മയെക്കാളും നല്ല കുക്ക് ഞാനാ. അങ്ങനെയായി. അമ്മായിയമ്മയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം? അല്ലാത്ത ഒന്നും ഇല്ല. അമ്മ പാവമാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കേട്ടോ. അല്ല, ഇപ്പൊ ഒരു കുടുംബം കലക്കുന്നതിന് എത്ര ചാർജ് എത്രയാ മേടിക്കുന്നത്? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മിനിമം ചാർജസ് ഇല്ല. ചിലപ്പോ 1 വർഷം കഴിയുമ്പോ കൂട്ടും ഞാൻ. ഈ അമൃതയുടെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കല്യാണം കഴിക്കാൻ നോക്കുന്നില്ല. കല്യാണം കഴിക്കാൻ നോക്കും. പണ്ടിങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന പലരെയും ഞങ്ങൾക്കൊക്കെ അറിയാം. എങ്ങനെ? തോളത്തൊരെണ്ണം, ഒക്കത്തൊരെണ്ണം, കൂട്ടത്തിലൊരെണ്ണം. നമ്മുടെയൊക്കെ കോളേജിൽ പഠിക്കുമ്പോ കൂട്ടത്തിൽ പഠിച്ച ഓരോ പെൺപിള്ളേരൊക്കെ അവരൊക്കെ അന്ന് ഇതുപോലെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കാണുമ്പം അവനൊരെണ്ണം ഇട്ട് തന്നാ നമ്മള് ചത്തു പോകുന്നുള്ള അത്രയും വലിയ പിള്ളേരുമായിട്ട് അങ്കിളേ അമ്മ പറയും അങ്കിളും അമ്മയും ഒന്നിച്ച് പഠിച്ചതാന്നൊക്കെ പറയും. ഇത്രയും താടി എൻഫീൽഡും ഒക്കെ ആയിട്ട് ഒരുത്തം വന്നേക്കണ ഒരു ദിവസം അവന്റെ അമ്മ എന്റെ കൂടെ പഠിച്ചതാ. അപ്പൊ പറ, എന്തെങ്കിലും ഒന്ന് പറ. ചിലപ്പം എന്തെങ്കിലും പറയാന്ന് വെച്ചാൽ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. എപ്പോഴും പെൺകുട്ടികള് നോക്കുന്നത് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് കെയർ ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ വയ്യാത്ത ഈ സമയത്ത്. കെയറിനകത്ത് എന്തൊക്കെ പെടും അതൊന്നും പറഞ്ഞിരുന്നു. ബീഫ് എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. എനിക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്താൽ അത് ചീത്ത പറയാൻ. ഇപ്പൊ മനസ്സിലായില്ലേ? അവൾക്ക് കുക്കിംഗ് അറിയില്ല. അപ്പൊ നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്ന ഒരാളായിരിക്കണം. അതാണ് കേരള വരുന്ന ഒന്നാമത്തെ. പിന്നെന്താ എന്നെ കരയിപ്പിക്കാതെ നോക്കണം. പിന്നെ വേറൊന്നുമില്ല. ഷൂട്ടിന് ഞാനിപ്പോ ഷൂട്ടിന് വരുന്നത് ഡ്രൈവറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രയാസപ്പെട്ട. അപ്പൊ വണ്ടി ഓടിക്കാൻ ആളാണ്. ഞാനേ നിങ്ങൾക്ക് ഏതു തരം ജോലിക്കാരൻ വേണമെന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഈ വീട്ടു ജോലിക്ക് വണ്ടി ഓടിക്കാനും കുക്ക് ചെയ്യാനും അത് വേറെ. ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ അതിനുള്ളിൽ വരുന്നതല്ലേ. ഇപ്പം പിഷു ചേട്ടനാണെങ്കിൽ തന്നെ വൈഫിനൊന്ന് വയ്യാതിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് നോക്കത്തില്ലേ? എടി എങ്ങനെയുണ്ട്, ഞാൻ കഞ്ഞി വെച്ച് തരട്ടെ, ഓക്കെ ആണോ എന്ന് ചോദിക്കത്തില്ലേ? തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നു കേട്ടോ. അതൊക്കെ കാര്യ എന്റെ അമ്മേനെ വളരെ ഭദ്രമായിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. ഷാൻജോൺ ഇങ്ങനെയാണോ വൈഫിന്? മോനും മോളും ഒക്കെ ഉള്ളതല്ലേ? ഇങ്ങനെയാണോ നോക്കുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. പിന്നെ തീർച്ചയായും. അതായത് ഷാൻജാന്റെ ഭാര്യ കുപ്പിയിൽ ഡിസൈൻ ചെയ്യുന്ന ഈ കുപ്പിയിൽ പലതരത്തിൽപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഒരുപാട് കുപ്പി കളക്ട് ചെയ്യുന്ന ആളാണ് ഷാൻജാൻ. അതിനുവേണ്ടി മാത്രം വേറെ ഒരു ഒന്നുമല്ല. അറിയാലല്ലേ, വലിയ വിവാദ പ്രണയ വിവാഹമായിരുന്നു. ആ പുള്ളിക്കാരത്ത് ഫാഷൻ ഷോയ്ക്ക് പോയപ്പോ കണ്ടതോ അങ്ങനെ എന്തൊക്കെയാണ് അല്ലേ? അതെ, ഞങ്ങൾ പ്രോഗ്രാമിന് പോയപ്പോ കണ്ടു പരിചയപ്പെട്ടാണ്. വിവാദ പ്രണയകഥയൊന്നും അങ്ങനൊന്നുമല്ല. അങ്ങനെ പരിചയപ്പെട്ട അങ്ങനെ കെട്ടി. മിസ് തൃശ്ശൂരായിരുന്നു. ആണോ? അതെ അതെ. മിസ് തൃശ്ശൂരിനെയാണ് കെട്ടിയിരിക്കുന്നത്. മിസ്റ്റർ കോട്ടയം. മിസ്റ്റർ കോട്ടയം. എനിക്ക് അങ്ങനെയാണെങ്കിലോ ഒന്ന് കല്യാണം കഴിച്ച കൊള്ളാന്നോട്ടെ. അനുഭവിക്കണം. ഓക്കെ. അപ്പം ഇന്ദു അപ്പൊ ഇന്ദു അടിപൊളിയാണ്. താങ്ക് യു. മൈ ജെ ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ 2 അടിപൊളി പെർഫോമൻസ് നമ്മൾ കണ്ടു. അപ്പൊ അവർക്ക് പ്രൈസ് കൊടുക്കാനായിട്ട് ഷാജൻ ചേട്ടനെയും പിഷു ചേട്ടനെയും നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
ഇന്നത്തെ 2 പെർഫോമേഴ്സ് ആയിരുന്നു അനന്തകൃഷ്ണനും ഇന്ദു ചേച്ചി. അപ്പൊ 2 പേരെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. സമ്മാനം ആർക്കാണ് എന്നറിയുന്നതിന് മുന്നേ മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു വലിയ ആനയെ കെട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടൊരു സർക്കസ് കൂടാരത്തിൽ. അതിന്റെ ഒരു വളരെ നേർത്ത കയറിട്ടിട്ടാണ് കിട്ടിയത്. നേർത്തതല്ല, നമുക്കൊക്കെ പൊട്ടിക്കാൻ പാടായിരിക്കും, പക്ഷെ വലിയ ആനയ്ക്ക് സുഖമായിട്ട് ഒരു വലി വലിച്ചാൽ പൊട്ടുന്ന രീതിയിലുള്ള ഒരു കയറിട്ടിട്ടാണ് ആ ആനയെ കെട്ടിയിരുന്നത്. അപ്പോൾ സർക്കസ് കാണാൻ വന്ന ഒരാള് ആ സർക്കസിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത്രയും വലിയ ഒരു ആനയാണ്, അതിനെ നിങ്ങൾ ഇങ്ങനത്തെ അതിന് വലിച്ചു പൊട്ടിക്കാവുന്ന രീതിയിലുള്ള ഒരു കയറിട്ട് കെട്ടിവെക്കുന്നത് അപകടമല്ലേ? അത് വലിച്ചു പൊട്ടിച്ചാൽ അപകടമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ ആനയെ വളരെ ചെറുപ്പത്തിൽ ഈ സർക്കസ് കൂടാരത്തിൽ കൊണ്ടുവന്നതാണ്. ആ സമയത്ത് അതിനെ ഈ കയറിട്ടാണ് കെട്ടിയത്. അന്നത് കുട്ടിയാനയാണ്, അതിനത് വലിച്ചാൽ പൊട്ടില്ല എന്നുള്ള, അത് വലിച്ചാൽ പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത് ആ കയറിട്ട് കെട്ടിയത്. 1 കൊല്ലത്തോളം ഈ കുട്ടിയാന പല സമയങ്ങളിലായി ഇത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു, നിരന്തരം ശ്രമിച്ച് പരാജയപ്പെട്ടു. അവസാനം ഇതിനെ കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം ആനയ്ക്ക് വന്നു. പിന്നെ ആ ശ്രമം അത് ഉപേക്ഷിച്ചു. ഇപ്പൊ ആന വലുതായി, പക്ഷെ അത് ആനയ്ക്ക് ഇപ്പോഴും അത് ശ്രമിക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് അതിപ്പോ ശ്രമിക്കാറില്ല, അത് പൊട്ടിക്കാറുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഏതോ ജീവിതത്തിന്റെ കാലത്തിൽ നമ്മൾ ശ്രമിച്ച ഒരു കാര്യം അന്ന് വിജയം കണ്ടില്ല, അല്ലെങ്കിൽ അന്ന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതോ ഒരു സ്ഥലത്ത് തന്നെ ലോക്കായി പോകും. നേരെ മറിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്നുകൂടെ ശ്രമിക്കാം, അവസരങ്ങൾ വരുമ്പോൾ വീണ്ടും ശ്രമിക്കുക. ഏത് ശ്രമത്തിലാണ് നമ്മളൊരു വലിയ ലോകത്തേക്ക്, വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയ അവസരങ്ങളിലേക്ക് കടന്നു കയറുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, അനന്തകൃഷ്ണനാണെങ്കിലും ഇന്ദു ആണെങ്കിലും ഒക്കെ വേറെ ജോലികളിൽ, വേറെ തലങ്ങളിൽ ജീവിക്കുന്നിടത്ത് നിന്നും ഒരു അവസരത്തിനുള്ള സ്കോപ്പ് കണ്ടപ്പോൾ അവർ ഇറങ്ങി അതൊന്നുകൂടെ പരീക്ഷിച്ചു നോക്കാം, അല്ലെങ്കിൽ ആദ്യമായി പരീക്ഷിച്ചു നോക്കാം എന്ന് നടത്തിയ ശ്രമത്തിൽ നിന്നാണ് ഇന്ന് ഈ വേദിയിൽ ഇതിലൊരാൾ സമ്മാനാർഹയായി അല്ലെങ്കിൽ സമ്മാനാർഹനായി മാറാൻ പോകുന്നത്. നിങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രതിഭകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ വീണ്ടും വീണ്ടും എടുത്ത് ഉരസി നോക്കുക, ശ്രമിച്ചു നോക്കുക. എപ്പോഴാണ് ഒരു വലിയ അവസരം, ഭാഗ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇന്നത്തെ വിജയി ആരാണെന്ന് ഷാജു ചേട്ടൻ പ്രഖ്യാപിക്കും. ഇന്നത്തെ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇന്ദുവിനാണ്. 2ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അനന്തകൃഷ്ണനാണ്. കൺഗ്രാജുലേഷൻ. ഇന്ദു ചേച്ചിക്ക് കിഷാരടി എന്റർടൈൻമെന്റ്സ് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ്. ഷാജുൻ ചേട്ടാ. മൈജി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൂവ്മെന്റ്. മരുന്നെന്ന് പറയുന്നത് എല്ലാത്തിലും കള്ള് ചേർത്ത. പനിയുണ്ടോ? പനിയുണ്ട്, ബ്രാൻഡിയിൽ ഒരു 2 കുരുമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒറ്റ സാധനം കുടിച്ചാൽ മതി. ജലദോഷമാണെങ്കിൽ ബ്രാൻഡി ചൂടുവെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി. അങ്ങനെ എല്ലാം കള്ളു കുടിക്കുമ്പോൾ ബ്രാൻഡി ചേർത്ത് പറയും. ഇതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒരു പുള്ളിയോട് മുതുകുവേദനയാന്ന് പറഞ്ഞപ്പോ പറയും, ഇച്ചിരി ബ്രാൻഡി കയ്യിലെടുത്തിട്ട് തിരുമിയാ മതി. പക്ഷേ അവിടെ കൂടി തലകുത്തി വീഴാതെ കയറിയോ സാറേ? ഒന്ന് പിടിച്ചോ. എന്റെ മാഷ എന്ത് പോയാലും കൈയിരിക്കുന്ന നടുക്കോട്ട് നടുക്കോട്ട് മാഷെ. ധന്യമായ മുഹൂർത്തമാണ്. അതെ അതെ. ചക്രവാണി എന്തായി? അത് കറക്റ്റ് ആയിരുന്നു. മാഷിന് വേണ്ടി പൊന്നാടയ്ക്ക് വേണ്ടി ഞാൻ വിളിച്ച കടയില്ലേ, അത് കറക്റ്റ് നമ്പറായിരുന്നു. അത് അടിപൊളിയായി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളിക്കാരെ കടയിൽ തുറന്നു വെച്ചേക്കെ. വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിച്ചേ കട എവിടെയെന്ന് ചോദിച്ചപ്പോഴാ പ്രശ്നം. കോയമ്പത്തൂരാന്ന്. ഒരു ദിവസം കൊടുക്കാം അവിടെ പോയിട്ട് വരാൻ പറ്റുമോ? അത് നടക്കൂല. ഇപ്പൊ തന്നെ മാഷിന് 4 പൊന്നാട കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ. അതെ, സംഗതി ഇച്ചിരി ഓർഗാനിക്കാ. പെട്ടെന്ന് കൊടുത്തില്ലെങ്കിലേ പ്രശ്നമാവും. അപ്പൊ ഇപ്പൊ തന്നെ പൊന്നാടയിൽ നടക്കണം. നടന്നേ പറ്റുള്ള. അറ്റ കൈക്ക് ഒരു പ്രയോഗമുണ്ട്. തമ്പി ഒന്ന് സഹകരിക്കണം. മുണ്ടഴിക്കാനല്ലെന്ന് ഇവിടെ ഒരു സാധനം കുത്തി വെച്ചിട്ടില്ലേ? തൽക്കാലം ഇത് വെച്ചൊരു പൊന്നാട ഏട്ടാന്ന് വിളിക്കും. അപ്പോ നമ്മുടെ മാഷിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് വളരെ എനിക്ക് എന്റെ വിലപ്പെട്ടൊരു നിമിഷമാണിത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഒന്ന് നല്ലോണം കൈയടിച്ചത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൈയടിക്കണല്ലേ? കൈയടിച്ചിട്ട് പക്ഷേ ആ ചടങ്ങ് പിടിച്ചോ.
അത്തമ്പലത്തിൽ ഇട്ടാലും മതി. കിട്ടി ഒത്ത്. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കുകയാണ്. മാഷേ, ആദരവൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വാക്ക് പറയാമോ? സ്കൂൾ കാലഘട്ടത്തിലെ ഇവനെ ഞാൻ അല്പം തല്ലിയിട്ട് വയ്ക്കും. അതവൻ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കരുതി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ആ ദേവ് സാർ വിളിച്ചു വരുത്തിയാണോ? കഴിഞ്ഞ 1.5 മണിക്കൂറായി കോമഡിയാണെന്നും പറഞ്ഞ് ഞാൻ അനുഭവിച്ച ടോർച്ചറിങ് നീ ഒന്നേ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. പിന്നെ കോടികളുടെ സ്വത്തുള്ള ഞാൻ ഈ 6000 രൂപ പെൻഷൻ മേടിക്കണം മാഷ് പ്രാഗിയാലി എനിക്ക് എന്ത് ഗുണം പിടിക്കാതിരിക്കാനായിട്ടാണ്? പക അത് വീട്ടാനുള്ളതാണ് മാഷെ.